അനശ്വരനായ കലാകാരൻ കൊല്ലം സുധിയുടെ പ്രിയപത്നി. തൊട്ടതെല്ലാം വിവാദങ്ങൾ. ഇന്ന് സോഷ്യൽ മീഡിയയിലെ സെൻസേഷൻ. എവിടെന്ന് കിട്ടിയവൻ സെയിം മോഡലിന്? യു നോ ഷീസ് എ ക്രിഞ്ച് ഫെസ്റ്റ് ലേഡി. പ്രിയപ്പെട്ട രേണു ചേച്ചിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. കൂടെ ആൽബങ്ങളിലൊക്കെ ജോഡിയായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട പ്രതീക്ഷമുണ്ട്. രണ്ടുപേർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ല വിചാരിക്കില്ല. പള്ളേരാവുമ്പോഴേ നീ വിവരം അറിഞ്ഞോളടി. ചേച്ചി എങ്ങനെയുണ്ട് ഇപ്പം ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ജീവിതമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂൾ കാലഘട്ടം. നമുക്ക് പ്രണയമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഓർത്ത് പിന്നെ ആ ചെറുക്കനെന്ന് പറഞ്ഞു അവൻ ഇവിടെ വന്ന് നല്ലാനാണ്. കൗമാരകാലേ കാമുക വചനം എന്ന് വെച്ചാലേ കൗമാരത്തില് കാമുകൻ പറയുന്നതേ കേൾക്കൂ. പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. രേണു സുധി ഇതിനു മുമ്പ്, അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? രേണു സുധി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു. ഡൈവോഴ്സ് ചെയ്തിട്ടാണ് സുധിച്ചേട്ടനുമായിട്ട് കണ്ടുമുട്ടുന്നത്. അതിന്റെ എന്താണ് സത്യം? തന്റെ കഥയൊന്നും അത്ര വിശ്വസനീയമല്ലല്ലോ, ഉള്ളതാണോ? സുധിച്ചേട്ടന് മുന്നുള്ള ലൈഫ് എന്താ പറയാ, ഇപ്പൊ എന്തുണ്ടെങ്കിലും എന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും അത് സുധിച്ചേട്ടനും അറിയാൻ വേണ്ടപ്പെട്ടവരും അറിഞ്ഞിട്ടാണ് എന്തായാലും ലൈഫിലോട്ട് കടന്നത്. കുടുംബം നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും പെണ്ണുങ്ങളാ. അമിട്ടിന് തീ കൊളുത്തിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് ഭാവിച്ചാലോ അത് പൊട്ടും. അസ്ഥാനത്താണ് കൂര വരെ നശിച്ചു എന്ന് വരാം. എനിക്കിപ്പോ ഒന്നും അതിന് പ്രതികരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയാം, എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതും എന്റെ കഴുത്തിൽ താലി കെട്ടിയതും ഒരേ ഒരാളെ ഉള്ളൂ, സുധിച്ചേട്ടൻ. അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുത്ത് അതിന് എന്താ, കാരണം എന്തിനും കൃത്യമായ മറുപടി തരുന്ന ആളാണ് രേണു സുധി എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. മോളെ കാലയിലൊരു മുള്ളുകൊണ്ടാ തീരും, കലയാണ്. മാരേജിന്റെ സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് കാണിച്ചുകൊണ്ട് താങ്കളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരെ കാണിച്ചുകൊണ്ട് താങ്കൾ കൃത്യമായിട്ട് പ്രതികരിച്ച ഒരാളാണ്. അപ്പൊ ഇത്തരത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഞാൻ കണ്ടത് ഒളിഞ്ഞും മറിഞ്ഞും ഒരു ഉത്തരം പറയാതെ കൃത്യമായിട്ട് ഉത്തരം എന്ന് പറയുന്ന ഒരാളെ ഞാൻ അങ്ങനെ ആരെയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം ജീവിക്കാൻ വേണ്ടി ഓരോരുത്തർ കെട്ടുന്ന വേഷങ്ങളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സുധിച്ചേട്ടനെയാണ്. സുധിച്ചേട്ടനെ വിവാഹം കഴിച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഈ രഹസ്യങ്ങൾ ഒരുപാട് തലയിൽ ചുമന്ന് തലക്ക് വല്ലാത്ത ഘനം. ആ ചോദ്യത്തിൽ ഒന്ന് കുഴങ്ങിപ്പോയ പോലെ തോന്നുന്നു. ഇത്ര നേരം നല്ല ഓണായിട്ടിരുന്നിട്ട് ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന്. ഇല്ലില്ല, അതല്ല. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണല്ലോ ഉത്തരം. എന്നാലും ഉത്തരം പറഞ്ഞല്ലോ. അത് ഉത്തരമായിട്ടില്ല. ഇല്ല, ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല.